ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ മലയാളം പാഠം 1 മഴയോ മഴ എന്ന പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകം പ്രവർത്തനം 1-7 പരിചയപ്പെട്ടാലോ? മുങ്ങുമോ പൊങ്ങുമോ ഊഹിച്ചെഴുതാം. അപ്പോൾ കൂട്ടുകാരെ, ദാ ഇവിടെ ഒരു ചിത്രം തന്നത് കണ്ടോ? 2 കുട്ടികൾ നിന്ന് കുറച്ച് വസ്തുക്കൾ ബക്കറ്റിലെ വെള്ളത്തിലിടുകയാണ്. അപ്പം ഇതിലേതൊക്കെ വസ്തുക്കളാണ് മുങ്ങിക്കിടക്കുന്നത്, ഏതൊക്കെ വസ്തുക്കളാണ് ഉയർന്നു കിടക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കണം. അതിനു മുമ്പ് ആ വസ്തുക്കളെ മുങ്ങോ പൊങ്ങോ എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെഴുതണം. എന്നിട്ട് പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയിട്ട് നമുക്കതിൻ്റെ കണ്ടെത്തൽ എഴുതണം. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? വസ്തുക്കൾ അവർ ഇല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇല നമ്മൾ ബക്കറ്റിൻ്റെ വെള്ളത്തിലിട്ട് എങ്ങനെയുണ്ടാകും? പൊങ്ങിയിട്ടാണോ അതോ മുങ്ങിയിട്ടാണോ? എങ്ങനെയാണ് ഇല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങുമെന്നാണ് നമ്മുടെ ഊഹം. അപ്പോൾ നമ്മൾ പൊങ്ങും എന്ന് എഴുതി. ഇനി ശരിക്കും ഇല വെള്ളത്തിലിട്ടാൽ പൊങ്ങുമോ അതോ മുങ്ങുമോ? ഇല വെള്ളത്തിലിട്ടാൽ പൊങ്ങി തന്നെയാണ് കിടക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കണേ. ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഇല അതുപോലെ മറ്റു വസ്തുക്കളൊക്കെ ഇട്ട് മുങ്ങുമോ പൊങ്ങുമോ എന്ന് നോക്കണം. ഇനി നമുക്ക് പെൻസിലൊന്ന് ഇട്ട് നോക്കാം. നമുക്ക് മുങ്ങുമോ പൊങ്ങുമോ? ഊഹത്തിലെ പൊങ്ങും. അപ്പോൾ പെൻസിലിട്ട് നോക്കിയപ്പോൾ എങ്ങനെയാ കൂട്ടുകാർക്ക് കിട്ടിയത്? പൊങ്ങി കിടക്കുന്നതല്ലേ കണ്ടത്? അപ്പോൾ പൊങ്ങി. ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഒന്നിട്ട് നോക്കിയാലോ? സ്കെയിൽ. അപ്പോൾ അത് മുങ്ങും. ഊഹം എന്താണ്? മുങ്ങും എന്നാണ് ഊഹം. അപ്പോൾ കണ്ടെത്തിയത് എങ്ങനെയാ? പൊങ്ങിയിട്ടാണോ മുങ്ങിയിട്ടാണോ? മുങ്ങിയിട്ട് തന്നെയാണ് അല്ലേ കിടക്കുന്നത്. ഇനി അടുത്തത് ആണി. അത് പൊങ്ങിയാണോ മുങ്ങിയാണോ കിടക്കുക? കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആണി മുങ്ങിയിട്ടാണ് കിടക്കുക. അപ്പം കണ്ടെത്തിയത് എങ്ങനെയാ? കൂട്ടുകാർ ഇട്ട് നോക്കണം കേട്ടോ. മുങ്ങിയിട്ടാണ് ആണി കിടക്കുക. അടുത്തത് കല്ല്. കല്ല് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് കിടക്കുക. അപ്പോൾ കണ്ടെത്തുമ്പോഴും അത് മുങ്ങിയിട്ട് തന്നെയാണ് കിടക്കുക. റബ്ബർ. റബ്ബർ മുങ്ങുമോ പൊങ്ങുമോ? മുങ്ങും. അങ്ങനെയല്ലേ തോന്നുന്നത് കൂട്ടുകാർക്ക്? അതെ, അപ്പം മുങ്ങിയിട്ട് തന്നെയാണ് റബ്ബർ കിടക്കുക. നാണയോ? നാണയം മുങ്ങും. അപ്പം മുങ്ങിയിട്ട് തന്നെയാണ് നാണയം കിടക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ ചെയ്ത പരീക്ഷണത്തിൻ്റെ പേരാണ് മുങ്ങുമോ പൊങ്ങുമോ. ഈ പരീക്ഷണം ചെയ്യാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ബക്കറ്റ്, വെള്ളം, ഇല, പെൻസിൽ, റബ്ബർ, കല്ല്, സ്കെയിൽ, ആണി. ഇതുപോലത്തെ സാധനങ്ങളാണ് നമ്മൾ മുങ്ങുമോ പൊങ്ങുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. പരീക്ഷണം ചെയ്യുന്ന വിധം ഒന്ന് പറഞ്ഞു കൂട്ടുകാരെ. ആദ്യം ഊഹം രേഖപ്പെടുത്തി അതിനുശേഷം ഓരോ സാധനവും വെള്ളത്തിലിട്ട് നിരീക്ഷിക്കുന്നു. മുങ്ങുമോ പൊങ്ങുമോ എന്ന് കണ്ടെത്തി പുസ്തകത്തിൽ എഴുതി. ഇനി എന്താണ് കൂട്ടുകാരെ എൻ്റെ കണ്ടെത്തൽ? നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? കല്ല്, റബ്ബർ, സ്കെയിൽ, ആണി എന്നിവ മുങ്ങി. ഇല, പെൻസിൽ എന്നിവ പൊങ്ങി നിന്നു. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ നടത്തിയ പരീക്ഷണത്തെക്കുറിച്ച് നമ്മൾ എഴുതിയല്ലോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.